അപ്പോൾ എങ്ങനെയാണ് ഈ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞ തവണത്തൊക്കെ പോലെ തന്നെ വളരെ വിപുലമായി തന്നെയാണോ, അതോ ഇത്തവണ നമുക്കറിയാം നമ്മുടെ മുന്നിലൊരു ദുരന്തം കടന്നു പോയിട്ടുള്ളതാണ്, പക്ഷേ അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ എല്ലാറ്റിലേക്കും ഒന്നും കൂടി ഒരു ഊർജിതമായിട്ട് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. കലാകാരന്മാരുടെയൊക്കെ കാര്യത്തിൽ, ഈ കച്ചവടക്കാരുടെ കാര്യത്തിൽ ഉൾപ്പെടെ അവരുടെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ജീവിതോപാധി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എങ്ങനെയാണ് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു, സ്റ്റേജിലാണല്ലോ അതിന്റെ ഒരു കലാകാരന്മാർ ഒരുങ്ങുന്നതൊക്കെ, അപ്പോൾ അതിന്റെയൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശ്രുതി, ഗുഡ് മോർണിംഗ്. ശ്രുതി പറഞ്ഞത് ശരിയാണ്. എൻ്റെ 20 വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ അത്തച്ചമയം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ എല്ലാം ആ ഒരു ഓണം വൈബായി കഴിഞ്ഞു. ശരിക്കും തൃപ്പൂണിത്തുറയിൽ അത്തം ചമഞ്ഞിറങ്ങി കഴിയുമ്പോഴാണ് കേരളത്തിൽ ഓണം ഇറങ്ങുന്നത്. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം. അതുകൊണ്ട് തന്നെ ഈ അത്തച്ചമയത്തിൻ്റെ പ്രാധാന്യവും വളരെയേറെ വലുതാണ്. ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പം ഓതറ പടയണി സംഘം, ഇവർ ചെങ്ങന്നൂർകാരാണ്. ഈ അത്തച്ചമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളും ഇവിടെ അണിനിരക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കലാരൂപങ്ങളും പല ഭാഗത്തായി, ഇപ്പോൾ ഓരോ ഭാഗത്തായി തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ചെങ്ങന്നൂർ ഓതറ പടയണി സംഘമാണ്. ഇവരുടെ പടയണിപ്പാട്ടൊന്ന് കേട്ടിട്ട് വരാം. എന്താ നിങ്ങളുടെ പടയണിപ്പാട്ടിൻ്റെ പ്രത്യേകത എന്താ? പടയണിക്ക് അകമ്പടിയായിട്ടുള്ള പാട്ടാണല്ലോ ഇത്. പടയണി അവതരിപ്പിക്കുന്ന ഈ പാട്ട് എൻ്റെ മേളം തപ്പാണ് ഉപയോഗിക്കുന്നത്, തപ്പും ഇരുത്താളുമാണ്. പാട്ടൊന്ന് കേൾക്കാം. മയേ പുതുക്കുളങ്ങരവായും കായേകാവപാദം കൈതൊഴുന്നേ. മായേ പുതുക്കുളങ്ങരവാഴും കൈതവപാദം കൈതൊഴുന്നേ. മായാവിനാമഹാലോകരെല്ലാം പനിച്ചു പോരുന്ന വാസരമേ. മായാവിനാമഹാലോകരെല്ലാം പനിച്ചു പോരുന്ന വാസരമേ. പത്താമുദയെന്നാൽ ജനമൊത്തംബിക തൻ്റെ നൃത്തക്കളമത്യന്ത വിശുദ്ധപ്രദമാക്കി. പത്താമുദയം നാൾ ജനമൊത്തംബിക തൻ്റെ നൃത്തക്കളമത്യന്ത വിശുദ്ധപ്രദമാക്കി. 10,000 ഉയരമുള്ള ഉത്തമകേളി ഗ്രഹം ചമച്ചേ. 10,000 ഉയരമുള്ള ഉത്തമകേളി ഗ്രഹം ചമച്ചേ. ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ കലാരൂപങ്ങളും, വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഇവിടെ അണിനിരക്കുന്നു. ഇത് പണ്ട് രാജകീയ അത്തച്ചമയമായിരുന്നു. അതിന്റെ ചരിത്രമൊക്കെ ശ്രുതി ഇതിനകം പറഞ്ഞിട്ടുണ്ടാകും. 48 വരെ ഇത് രാജകീയ അത്തച്ചമയമായി ആചരിച്ചു. ഇത് കൊച്ചി രാജാവിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള സർവാഭരണ വിഭൂഷണിതനായി കൊച്ചി രാജാവ് എഴുന്നള്ളുന്നൊരു ചടങ്ങായിരുന്നു. ഇതിന് പല പല ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെയുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് 48 മുതൽ ഇത് രാജകീയ അത്തച്ചമയം നിർത്തി. അതിനുശേഷം പിന്നീട് ജനകീയ അത്തച്ചമയമായി 69 മുതൽ വരുന്നൊരു കാഴ്ചയും ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് എല്ലാ ജനങ്ങളും സഹകരിച്ചുകൊണ്ട് നഗരസഭയുടെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ വലിയൊരു അനുഭവ സമ്പത്തുണ്ട്. കൃത്യമായിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പോലെ തന്നെ കൃത്യമായി എത്തിച്ചു. ഒപ്പം തന്നെ പടയണി കൂടി പ്രേക്ഷകരിലേക്ക് പാട്ടും കൂടി കേൾപ്പിച്ചു.